നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാഹാഘോഷങ്ങൾ അതിരുകടക്കുന്നു. ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിയതിന്റെ ശബ്ദം കേട്ട് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പാനൂർ തൃപ്പങ്ങോട്ടൂരിൽ. നടപടിക്കൊരുങ്ങി പോലീസ്. UDF പ്രവേശനം കാത്തിരിക്കുന്ന അൻവറിന് ഹസന്റെ പരോക്ഷ പരിഹാസം. മലയോര യാത്രയിൽ വേണമെങ്കിൽ അൻവറിന് കേൾവിക്കാരനാകാം, വേദിയിൽ സ്ഥാനം നൽകില്ല. തൃണമൂൽ കേരളത്തിൽ വേരോടുമോ എന്ന് പറയേണ്ടത് താനല്ലെന്നും MM ഹസൻ. KSRTC കുടിശ്ശിക തീർക്കാൻ സർക്കാർ സന്നദ്ധമാവുമ്പോഴും മാനേജ്മെന്റ് അവ പ്രയോഗത്തിൽ വരുത്തുന്നില്ല. സമരപരിപാടികളുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. ഫെബ്രുവരി 4 സെക്രട്ടേറിയറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. തലശ്ശേരി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ തൃപ്പങ്ങോട്ടൂരിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് 22 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. അപസ്മാരം ഉൾപ്പെടെയുണ്ടായതിനെ തുടർന്ന് തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാല മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹ ആഘോഷത്തിനിടെയാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത്. ശബ്ദം കേട്ട് കുഞ്ഞിന്റെ ജീവൻ പോയെന്ന് കരുതിയെന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആദ്യ സംഭവമുണ്ടായത്. വൻ പൊട്ടിത്തെറിയാണുണ്ടായത്. പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞ് വായയും കണ്ണും തുറന്ന നിലയിലായി. അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് എത്തിയത്. തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ പടക്കം പൊട്ടിച്ചു. വൻ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ശബ്ദം കേട്ടതിന് പിന്നാലെ കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്നുപോയി. 10 മിനിറ്റോളം ആ രീതിയിൽ തുടർന്ന ശേഷം അനക്കമില്ലാതായി. അതിനുശേഷം വരൻ തിരികെ വീട്ടിലെത്തിയ ശേഷവും സമാനമായ രീതിയിൽ ഉഗ്രശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചു. ഇതിനിടെയെല്ലാം പടക്കം പൊട്ടിക്കരുതെന്നും ആഘോഷം കുറക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു. വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം. നടപടി ആവശ്യപ്പെട്ട് കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി. മകൾക്ക് നീതി കിട്ടണമെന്നും കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം അവസാനിപ്പിക്കണമെന്നും കുഞ്ഞിന്റെ പിതാവ് അഷ്റഫ് പറയുന്നു. കല്ലിക്കണ്ടി മൗലോത്ത് ആനോടതിൽ മൂസയുടെ മകൻ മെഹറൂഫിന്റെ കല്യാണത്തിന് സ്ഫോടക വസ്തു ഉപയോഗിച്ച് വിവാഹ ആഭാസം നടത്തിയത് വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് തീരുമാനം. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സംഘാടക സമിതി ഓഫീസ് തുറന്നു. ജിമ്മി ജോർജ് ഹാൾ അങ്കണത്തിൽ വി ശിവദാസ് MP ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യവും പ്രധാനമാണ്. അനുബന്ധ പരിപാടികൾ, പ്രചരണം, സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഇടപെടലുകൾ, നവമാധ്യമങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പ്രായം, റിട്ടയർമെന്റ്, പെൻഷനായിട്ടുള്ള ആളുകൾക്കിടയിൽ എന്ത് സോഷ്യൽ മീഡിയ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഇന്ന് നമ്മുടെ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പല കമ്പനികളുടെയും തലപ്പത്ത് 70 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഓണർക്ക് ഉൾപ്പെടെ എത്ര വയസ്സുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നല്ല. അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ഒഴിവാക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യം ആലോചിക്കണം. ഇനി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഹാൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകദേശം ആലോചിച്ചിട്ടുണ്ടാവുന്ന കരുതുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്രസംഗം എല്ലാവർക്കും നന്നായി കേൾക്കാൻ പറ്റുന്ന നിലയിലുള്ള ഹാളായിരിക്കണം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. നല്ല ഹാളായിരിക്കണം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. സംഘാടക സമിതി വൈസ് ചെയർമാൻ KV കൃഷ്ണൻ അധ്യക്ഷനായി. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS ജോസ്, സെക്രട്ടറി K രാജൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ PV രാജേഷ്, കേരള പോലീസ് അസോസിയേഷൻ സിറ്റി പ്രസിഡന്റ് VV സന്ദീപ് കുമാർ, KPPA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV രത്നാകരൻ, KJ ട്രസ്റ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM സുദർശനകുമാർ, KPPA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC രാജൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ, K രാജൻ, K മഹേഷ് കുമാർ, KM നാരായണൻ, P രവി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KV മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും KPPA ജില്ലാ സെക്രട്ടറി M ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. 37ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഫെബ്രുവരി 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 7ാം പെൻഷൻ പരിഷ്കരണത്തിലെ അപാകതകൾ 4 വർഷം പിന്നിടുമ്പോഴും പരിഹരിക്കുന്നതിനും ചർച്ച നടത്തുന്നതിന് തയ്യാറാകാത്ത സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ആക്ഷൻ കൗൺസിൽ ഓഫ് റിട്ടയർഡ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഓഫ് കേരള കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ മേഖലാ ധർണ നടത്തി. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു.
2016 മുതൽ വിരമിച്ച അധ്യാപകർക്ക് UGC ഫിക്സേഷൻ ഫോർമുല അനുസരിച്ചുള്ള പെൻഷനും കുടിശ്ശികയും അനുവദിക്കുക. 2006 മുതൽ 2009 വരെയും 2016 മുതൽ 2019 വരെയുമുള്ള കാലയളവിൽ നിഷേധിക്കപ്പെട്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക. 2016 മാർച്ച് മെയ് മാസങ്ങളിൽ വിരമിച്ച അധ്യാപകരുടെ പെൻഷൻ ഫിക്സേഷൻ അപാകതകൾ പരിഹരിക്കുക. 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പെൻഷൻകാർക്ക് സ്പെഷ്യൽ കെയർ അലവൻസ്, അഡീഷണൽ കെയർ അലവൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. M. അശോകൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ AP കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NG യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാർ, ഡോക്ടർ ഷാനവാസ്, AKPCTA ജില്ലാ സെക്രട്ടറി ഷനോജ്, TV ബാലൻ, ഓമന പങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ CH സെന്റർ പൂക്കോയ തങ്ങൾ ഹോസ്പീസ് മെമ്മോറിയൽ IP പാലിയേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനവും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും നാളെ വൈകുന്നേരം 3-ന് ജില്ലാ ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന CH സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിലാസ്ഥാപനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും IP പാലിയേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദറും നിർവഹിക്കും. കണ്ണൂർ CH സെന്റർ സ്വപ്ന പദ്ധതി രേഖയുടെ പ്രകാശനം K. സുധാകരൻ MPയും ലൈഫ് അംഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും നിർവഹിക്കും. KM ഷാജി മുഖ്യ പ്രഭാഷണം നടത്തും. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, അബ്ദുൽ കരീം ചേരേരി, മാർട്ടിൻ ജോർജ്, KT സഹദുള്ള, ബ്ലാത്തൂർ അബൂബക്കർ ഹാജി സയ്യിദ് അസ്ലം തങ്ങൾ അൽ മസ്ഹൂർ, ഡോക്ടർ MP ഹസൻ കുഞ്ഞ്, ഡോക്ടർ MA അമീർ അലി സംസാരിക്കും. 17-ന് വൈകുന്നേരം 3 മണിക്ക് വനിതാ സംഗമം സുഹറ മാമ്പാട് ഉദ്ഘാടനം ചെയ്യും. P. ഷമീമ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് കണ്ണൂർ ഇസ്ലാമിക് അക്കാദമി ശിഹാബ് തങ്ങൾ ഹിഫ്ലുൽ ഖുർആൻ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബുർദ കവാലിയും 6:30-ന് സഫ്വാൻ സഖഫി പാതിരി പിരിയം പ്രഭാഷണവും നടക്കും. 18-ന് രാവിലെ മെഡിക്കൽ ക്യാമ്പ് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് റിസർച്ച് ആൻഡ് ഹാബിലേഷൻ സെന്ററിന്റെ സഹകരണത്തോടുള്ള സൗജന്യ കിഡ്നി രോഗനിർണയം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കുടിവെള്ള പരിശോധനയും മിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പരിശോധനയും നടക്കും. മാരക രോഗങ്ങൾക്കടിമപ്പെട്ട് വീടുകളിൽ കഴിയുന്ന നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് അഭയകേന്ദ്രമായി ആരംഭിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് അഹമ്മദ് മെമ്മോറിയൽ പാലിയേറ്റീവ് IP ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, കണ്ണൂർ CH സെൻ്റർ സ്വന്തമായി വിലക്ക് വാങ്ങിയ 20 സെൻറ് സ്ഥലത്ത് ആരംഭിക്കുന്ന ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനവും ഈ വരുന്ന 18-ന് വിവിധ പരിപാടികളോടെ കണ്ണൂർ CH സെൻ്ററിൻ്റെ കമ്പൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. കണ്ണൂർ CH സെൻ്റർ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അഹമ്മദ് മെമ്മോറിയൽ IP പാലിയേറ്റീവ് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സായും നിർവഹിക്കുക. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ CH സെൻ്റർ അങ്കണത്തിൽ നിർവഹിക്കും. കണ്ണൂർ CH സെൻ്റർ ഡ്രീം 2025 പദ്ധതിയുടെ രൂപരേഖ പ്രകാശനം K. സുധാകരൻ MPയും ലൈഫ് അംഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ നിർവഹിക്കും. പ്രിയപ്പെട്ട KM ഷാജി മുഖ്യ പ്രഭാഷണവും നടത്തും. 19-ന് 3 മണിക്ക് കിടപ്പ് രോഗികളുടെ സംഗമം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. 5-ന് എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കോൽക്കളി, വട്ടപ്പാട്ട്, കണ്ണൂർ ഇശലിന്റെ പാട്ടോട്ടാട്ട് എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മൊയ്തു മഠത്തിൽ, വർക്കിംഗ് ചെയർമാൻ KP താഹിർ, ജനറൽ കൺവീനർ C. സമീർ, T. ഹംസ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹാഘോഷങ്ങൾ അതിരുകടക്കുന്നു. ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിയതിന്റെ ശബ്ദം കേട്ട് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പാനൂർ തൃപ്പങ്ങോട്ടൂരിൽ. നടപടിക്കൊരുങ്ങി പോലീസ്. UDF പ്രവേശനം കാത്തിരിക്കുന്ന അൻവറിന് ഹസന്റെ പരോക്ഷ പരിഹാസം. മലയോര യാത്രയിൽ വേണമെങ്കിൽ അൻവറിന് കേൾവിക്കാരനാകാം, വേദിയിൽ സ്ഥാനം നൽകില്ല. തൃണമൂൽ കേരളത്തിൽ വേരോടുമോ എന്ന് പറയേണ്ടത് താനല്ലെന്നും MM ഹസൻ. KSRTC കുടിശ്ശിക തീർക്കാൻ സർക്കാർ സന്നദ്ധമാവുമ്പോഴും മാനേജ്മെന്റ് അവ പ്രയോഗത്തിൽ വരുത്തുന്നില്ല. സമരപരിപാടികളുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല, നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ.
GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. UDF-ൽ ഉൾപ്പെടുത്താൻ PV അൻവർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ മുന്നണിയിൽ ചേർക്കുന്ന വിഷയം ചർച്ച ചെയ്യുമെന്ന് UDF കൺവീനർ MM ഹസൻ. അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തൃണമൂൽ കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ ഇടം കിട്ടുമോ എന്ന ചോദ്യത്തിന് താനല്ല മറുപടി പറയേണ്ടതെന്നും MM ഹസൻ പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഈ ജാഥ വിജയിപ്പിക്കാൻ ഈ യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ മൊത്തത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂരിലോട്ട് യാത്രയുണ്ട്. അൻവറിനെ കേൾക്കാൻ വരാം, അതിൽ പങ്കെടുക്കാം. അതിന് പ്രത്യേകം ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നിങ്ങളെ ക്ഷണിക്കുകയല്ലേ. UDF ഞാൻ ചോദിക്കുന്നത്, അൻവർ UDF-ന്റെ ഘടകകക്ഷിയല്ല, UDF-ലില്ല. UDF നേതാക്കളാണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നതും UDF പ്രവർത്തകരും സാധാരണ കർഷകരുമാണ് പങ്കെടുക്കുന്നത്. ഏതാ അല്ല, UDF ആളുകൾക്കല്ലേ വേദിയിൽ സ്ഥാനം കൊടുക്കുന്നത്. ഇല്ല, അതേ രാജിവെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ MLA അല്ലല്ലോ. അത് തെരഞ്ഞെടുപ്പിലല്ലേ. ഈ പരിപാടിയിൽ ഞങ്ങൾ അതിന്റെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണമെന്നല്ലോ ഉണ്ടോ. ഞങ്ങൾ വളരെ വളരെ പ്രാവശ്യം എല്ലാ നേതാക്കന്മാരും ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും ആവർത്തിച്ച് പറഞ്ഞു, അങ്ങനെ ഒരു ആവശ്യം UDF-ന്റെ മുമ്പിലേക്ക് വന്നാൽ ഞങ്ങൾ UDF കൂടും, ചർച്ച ചെയ്യും, എന്നിട്ട് പറയാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്ര ജനുവരി 25-ന് കണ്ണൂരിൽ നിന്നും ആരംഭിക്കുമെന്ന് MM ഹസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യാത്ര ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന സമര പ്രചാരണ യാത്രയിൽ 19 സ്ഥലങ്ങളിൽ കാർഷിക സമ്മേളനങ്ങളും നടക്കും. യാത്ര ഫെബ്രുവരി 5-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വനം നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലയോര സമര പ്രചരണ യാത്ര നടത്തുന്നത്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള മലയോര സമര പ്രചരണ യാത്രയിൽ 19 സ്ഥലങ്ങളിൽ വമ്പിച്ച കർഷക സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. UDF-ന്റെ പ്രമുഖ നേതാക്കളായ K സുധാകരൻ MP, PK കുഞ്ഞാലിക്കുട്ടി, PG ജോസഫ്, രമേശ് ചെന്നിത്തല, MM ഹസൻ, CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, G ദേവരാജൻ, മാണി C കാപ്പൻ, അഡ്വക്കേറ്റ് രാജൻ ബാബു, രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുക്കും. 27-ന് പകരം ജനുവരി 25-ന് ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുകയാണ്. ജനുവരി 25-ന് വൈകിട്ട് 5 മണിക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും. അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും. UDF നേതാക്കളായ മോൻസ് ജോസഫ് MLA, രമേശ് ചെന്നിത്തല, CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്,
മാണി സി കാപ്പൻ, ജി ദേവരാജൻ, അഡ്വക്കേറ്റ് രാജൻ ബാബു, രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്നീ വിവിധ കക്ഷികളുടെ നേതാക്കൾ ആ സമ്മേളനത്തിൽ സംബന്ധിക്കും. 25-ന് ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 5-ന് തിരുവനന്തപുരത്ത് പാറശാല മണ്ഡലത്തിലെ അമ്പൂരിയിലാണ് യാത്ര സമാപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നാഷണൽ കമ്മിറ്റിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം 5ാം ഘട്ടത്തിന് തുടക്കമായി. മത്സരത്തിൽ വിജയിക്കുന്നവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താക്കളായും സംസ്ഥാന വക്താക്കളായും തിരഞ്ഞെടുക്കും. കൂടാതെ സമ്മാനത്തുകയും പ്രഖ്യാപിച്ചു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവതീ യുവാക്കളുടെ കഴിവും കാര്യശേഷിയും പ്രസംഗപാഠവും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യൂത്ത് കോൺഗ്രസ് നാഷണൽ കമ്മിറ്റിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് യങ് ഇന്ത്യ കെ ബോൾ. രാജ്യവ്യാപകമായാണ് യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവതി യുവാക്കളുടെ കഴിവും കാര്യശേഷിയും പ്രസംഗപാഠവും വർദ്ധിപ്പിച്ച് അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യം. രാജ്യത്തെ 15ഓളം സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായി പത്രസമ്മേളനങ്ങളും പോസ്റ്റർ പ്രകാശന ചടങ്ങുകളും നടന്നു. ഇതിന്റെ ഭാഗമായാണ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കർണാടകത്തിലും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബർ 15 മുതൽ പരിപാടിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. 2020 മുതൽ ആരംഭിച്ച പരിപാടിയുടെ 5ാം ഘട്ട പരിപാടിയാണ് ഈ വർഷം നടക്കുന്നത്. രജിസ്ട്രേഷൻ ആവശ്യത്തിനായി യൂത്ത് കോൺഗ്രസ് ആപ്പും നിർമ്മിച്ചിട്ടുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കുന്നവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താക്കളായും സംസ്ഥാന വക്താക്കളായുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ ആദ്യമായി സമ്മാനത്തുകയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയതലത്തിൽ വിജയിക്കുന്നവർക്ക് 50,000 രൂപ സമ്മാനം നൽകും. മികച്ച വനിതാ പ്രാസംഗികയ്ക്ക് 40,000 രൂപയും സംസ്ഥാനതലത്തിൽ 10,000 രൂപയും സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. The Young India Ke Bowl Season 5. So this is like 5th year we are started. And we made a lot of speakers, the spokesperson across the nation, and in every state wise also spokesperson we have made. And now we have new president of the Indian Youth Congress, Uday Banuji. So already the press conference done in the Delhi. So now we are doing in a state level wise, every states. So since Robert Ji is handling the Karnataka and the Kerala, so the Rahul Ji, the president of the Kerala, even he is also doing in many districts. So since I stay nearby to your Karnataka and Kerala, so I traveled today. So we have many youngsters in Kerala. സൗത്ത് ഇന്ത്യ ഇൻചാർജ് ജ്യോതിഷ് HM, ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, കർണാടക കേരള ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാംവെള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവർ പങ്കെടുത്തു. ന്യായമായ പെൻഷനും DAയും നിഷേധിക്കുന്ന സർക്കാരിന്റെയും പെൻഷൻ ബോർഡിന്റെയും നിലപാടിനെതിരെ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് 2010 ജനുവരിയിൽ ആരംഭിച്ച പെൻഷൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അതത് കാലത്തെ സർക്കാരുകൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത് ഘട്ടം ഘട്ടമായി നാമമാത്രമായി വർദ്ധിപ്പിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 9% DA പോലും നിർത്തലാക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ പെൻഷൻകാർ നടത്തിയ നിരന്തര സമരത്തെ തുടർന്നും കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നും കേരളത്തിലെ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ റിട്ടയർഡ് ജില്ലാ ജഡ്ജി രാജേന്ദ്രൻ നായർ ചെയർമാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ഉണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ 14 മാസം കഴിഞ്ഞാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. പെൻഷൻകാരോടുള്ള സർക്കാരിന്റെയും പെൻഷൻ ബോർഡിന്റെയും നടപടികൾക്കെതിരെയാണ് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 20-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലും കൂട്ടധർണ നടത്തുവാനാണ് ഇവരുടെ തീരുമാനം. P. കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. സുധാകരൻ, മുണ്ടേരി ഗംഗാധരൻ, ഡോക്ടർ ജോർജ് ജോസ് പ്ലാത്തോട്ടം, വിമൽ രഘുത്തമൻ, M. അനിൽകുമാർ, A. ഹരിദാസ്, മനോജ് കൂവേ, IV കുഞ്ഞിരാമൻ, VR ഭാസ്കരൻ, P. സുനിൽകുമാർ, ചന്ദ്രൻ കാണിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹാഘോഷങ്ങൾ അതിരുകടക്കുന്നു. ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിയതിന്റെ ശബ്ദം കേട്ട് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പാനൂർ തൃപ്പങ്ങോട്ടൂരിൽ. നടപടിക്കൊരുങ്ങി പോലീസ്. UDF പ്രവേശനം കാത്തിരിക്കുന്ന അൻവറിന് ഹസന്റെ പരോക്ഷ പരിഹാസം. മലയോര യാത്രയിൽ വേണമെങ്കിൽ അൻവറിന് കേൾവിക്കാരനാകാം, വേദിയിൽ സ്ഥാനം നൽകില്ല. തൃണമൂൽ കേരളത്തിൽ വേരോടുമോ എന്ന് പറയേണ്ടത് താനല്ലെന്നും MM ഹസൻ. KSRTC കുടിശ്ശിക തീർക്കാൻ സർക്കാർ സന്നദ്ധമാവുമ്പോഴും മാനേജ്മെന്റ് അവ പ്രയോഗത്തിൽ വരുത്തുന്നില്ല. സമരപരിപാടികളുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്.
പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CITU ജനറൽ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ഹണി ബാലചന്ദ്രൻ നയിക്കുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് കണ്ണൂർ KSRTC കോംപ്ലക്സിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ജില്ലാ കേന്ദ്രങ്ങളിലെ പ്രതിഷേധ കൂട്ടായ്മയ്ക്കും മുന്നോടിയായാണ് സമരപ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. ജാഥ കാസർഗോഡ് നിന്നും പുറപ്പെട്ട് ജനുവരി 31-ന് തിരുവനന്തപുരം സെൻട്രലിൽ സമാപിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ KSRTC മാനേജ്മെന്റിന് കഴിയുന്നില്ല. ശമ്പളവും പെൻഷനും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യത്തക്ക വിധത്തിൽ ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറായിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ KSRTC മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനങ്ങൾ KSRTCയെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി സംഘടന ആവശ്യപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ യോഗങ്ങളും നടക്കും. ഇതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഈ സമരപ്രചരണ ജാഥ. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, NDR NPS കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർക്കുക, DA പ്രമോഷൻ സ്ഥലമാറ്റം ഉൾപ്പെടെ തടഞ്ഞുവെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സർക്കാർ സഹായം കൂടി ചേരുമ്പോൾ 12 കോടി രൂപയായി. ദിവസം KSRTCയുടെ വരുമാനം 12 കോടി സർക്കാർ സഹായം കൂടി ചേർത്ത്. എന്നിട്ട് ഇപ്പോ ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം ചർച്ച ചെയ്യണ്ടേ? ഉത്തരവാദി കേരള ഗവൺമെന്റ് ആണോ? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ അതിന് ഉത്തരവാദി? ഇതിലെ തൊഴിലാളികളാണോ ഉത്തരവാദി? KSRTC എംപ്ലോയീസ് അസോസിയേഷനാണോ ഉത്തരവാദി? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഇത്രയേറെ സഹായം ഉണ്ടായിട്ടും KSRTC എന്ത് തൊഴിലാളികൾ ഇപ്പോഴും ശമ്പളത്തിനായി 10-15 ദിവസം കാത്തിരിക്കേണ്ടി വരുന്നു? ഉത്തരവാദിയാണ്. നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. 2016 അധികാരത്തിൽ വരുമ്പോ 1 ലിറ്റർ ഡീസലിന്റെ വില 64 രൂപയാണ്. അന്ന് നമ്മൾ പരിഷ്കരണം ആരംഭിക്കുമ്പോൾ ഇന്ന് 24-ലേക്ക് എത്തി നിൽക്കുമ്പോൾ 1 ലിറ്റർ ഡീസലിന്റെ വില 98 രൂപ. E. രാജീവൻ സ്വാഗതം പറഞ്ഞു. PJ ജെയ്മോൻ അധ്യക്ഷത വഹിച്ചു. സുജിത് സോമൻ, PA ജോജോ, VK മനോജ്, ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 15 മുതൽ 19 വരെ നടക്കുന്ന മഹോത്സവത്തിൽ പരദേവതയ്ക്ക് കളമെഴുത്തും പാട്ടും തേങ്ങയടിയും അനുബന്ധ പരിപാടികളും നടക്കും. ഇന്നലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പഴയ പറമ്പത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
തുടർന്ന് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച ഭജൻസ് മാനസ ജപലഹരി അരങ്ങേറി. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു. പ്രസാദ ഊട്ടും നടന്നു. ക്ഷേത്രം സംരക്ഷണ സമിതിക്ക് വേണ്ടി ട്രസ്റ്റി ശശിധരൻ തമ്പാൻ കൈമൾ പ്രശാന്ത് വർമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സംഗീത കച്ചേരി, ഗാനസുധ, തിരുനൃത്തം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പാലക്കയം തട്ടിൽ പ്രവർത്തിച്ചുവരുന്ന ഹിൽ ടോപ്പ് റിസോർട്ടിന് 10,000 രൂപ പിഴ ചുമത്തി. പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ അടക്കമുള്ളവ റിസോർട്ടിൽ നിന്ന് കുന്നിൻ ചെരുവിലേക്ക് വലിച്ചെറിഞ്ഞതായി സ്ക്വാഡ് കണ്ടെത്തി. റിസോർട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെയുള്ള കുഴിയിൽ നിരവധിയായ മാലിന്യങ്ങൾ കാലങ്ങളായി തള്ളിവരുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. മാലിന്യങ്ങൾ ഉടനടി എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം സ്ക്വാഡ് നൽകി. വരും ദിവസങ്ങളിലും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരും എന്ന് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി അറിയിച്ചു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, നടുവിൽ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് സുനിൽകുമാർ A തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന് വാടക കെട്ടിട ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. മുഴപ്പിലങ്ങാട് മൊയ്തു പാലത്തിന് സമീപം CP ഖദീജ, അബ്ദുൾ സലാം എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടങ്ങളിലാണ് മതിയായ ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതിരുന്നത്. സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ടാങ്കിലെ മലിനജലം പരിസരത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതായും കത്തിച്ചതായും കണ്ടെത്തി. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും പ്രസ്തുത കെട്ടിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നില്ല. നിലവിലെ സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കാനും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സ്ക്വാഡ് നിർദ്ദേശിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ് കുമാർ, സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തൃപ്ത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,390, പവന് 59,120, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹാഘോഷങ്ങൾ അതിരുകടക്കുന്നു. ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിയതിന്റെ ശബ്ദം കേട്ട് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പാനൂർ തൃപ്പങ്ങോട്ടൂരിൽ. നടപടിക്കൊരുങ്ങി പോലീസ്. UDF പ്രവേശനം കാത്തിരിക്കുന്ന അൻവറിന് ഹസന്റെ പരോക്ഷ പരിഹാസം. മലയോര യാത്രയിൽ വേണമെങ്കിൽ അൻവറിന് കേൾവിക്കാരനാകാം, വേദിയിൽ സ്ഥാനം നൽകില്ല. തൃണമൂൽ കേരളത്തിൽ വേരോടുമോ എന്ന് പറയേണ്ടത് താനല്ലെന്നും MM ഹസൻ. KSRTC കുടിശ്ശിക തീർക്കാൻ സർക്കാർ സന്നദ്ധമാവുമ്പോഴും മാനേജ്മെന്റ് അവ പ്രയോഗത്തിൽ വരുത്തുന്നില്ല. സമരപരിപാടികളുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.